എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +2 വിദ്യാർത്ഥികളുടെ ഇന്നത്തെ പരീക്ഷ മാത്തമാറ്റിക്സ് പാർട്ട് 3 ലാംഗ്വേജസ്, അതുപോലെ തന്നെ സംസ്കൃത്, ശാസ്ത്ര, അതുപോലെ സൈക്കോളജി എന്നിവയായിരുന്നു. അതുപോലെ തന്നെ ഇനിയുള്ള പരീക്ഷ എന്ന് പറയുന്നത് മാർച്ച് 19-ാം തീയതി ബുധനാഴ്ചയാണ്. ബുധനാഴ്ച പാർട്ട് 2 ലാംഗ്വേജ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഓരോ സബ്ജക്റ്റും ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ള കാര്യം നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു മാത്തമാറ്റിക്സ് ആണെങ്കിൽ 60 വരുന്നുണ്ട്, അതുപോലെ തന്നെ 80 വരുന്നുണ്ട്. 60 ന്യൂ സിലബസ് ആണ്, അതുപോലെ 80 ആണെങ്കിൽ ഓൾഡ് സിലബസിലുള്ള വിദ്യാർത്ഥികളുടേതാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും, അതായത് 60 മാർക്കുള്ള സബ്ജക്റ്റ് ആണെങ്കിൽ അത് നിങ്ങൾക്ക് 60 മാർക്ക് എങ്കിൽ നിങ്ങൾക്ക് ജയിക്കാനായിട്ട് വേണ്ടത് ഒരു വർഷം 18, അതുപോലെ അടുത്ത വർഷം 18, ഇങ്ങനെ ടോട്ടലായിട്ട് നിങ്ങൾക്ക് 36 മാർക്ക് ഈ ഒരു +1ലെയും +2ലെയും എഴുത്ത് പരീക്ഷയുടെ മാർക്ക് കൂട്ടിക്കഴിഞ്ഞാൽ കിട്ടുമെങ്കിൽ നിങ്ങൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാവും. അതുപോലെ തന്നെ 80 മാർക്കിലുള്ള സബ്ജക്റ്റാണ് നിങ്ങളുടേതെങ്കിൽ നിങ്ങൾക്ക് 24 മാർക്ക് ഒരു വർഷം, അതുപോലെ 24 ഒരു വർഷം ഇങ്ങനെ കൂട്ടുകയോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ +1ലെയും +2ലെയും ഈ ഒരു മാർക്ക് എഴുത്ത് പരീക്ഷയിലെ മാർക്ക് കൂട്ടുന്ന സമയത്ത് 48 മാർക്ക് കിട്ടിക്കാനോ നിങ്ങൾ ഈ ഒരു സബ്ജക്റ്റ് ജയിക്കും. അതായത് നിങ്ങൾക്ക് ഒന്നുകിൽ ഈ ഒരു രീതിയിൽ സെപ്പറേറ്റ് ആയിട്ട് ഓരോ വർഷം 18 അല്ലെങ്കിൽ 24 മാർക്ക് വെച്ച് വാങ്ങിക്കണം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് 2 വർഷം കൂടി അതിൻ്റെ ആ ഒരു 2 വർഷത്തെ, അതായത് +1ൻ്റെയും +2ൻ്റെയും എഴുത്ത് പരീക്ഷയുടെ മാർക്ക് കൂട്ടുന്ന സമയത്ത് ഒന്നുകിൽ 60 മാർക്കിൻ്റെ സബ്ജക്റ്റിൽ 2 വർഷത്തെ മാർക്ക് നോക്കുമ്പോൾ 36, അതുപോലെ 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ 48 മാർക്കോ കിട്ടിയിട്ടുണ്ടായിരിക്കണം. അങ്ങനെയെങ്കിൽ വിദ്യാർത്ഥികൾ ആ ഒരു സബ്ജക്റ്റ് പാസ്സാകുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട കാര്യമാണ്, വിദ്യാർത്ഥികൾ +2ൻ്റെ പരീക്ഷ തോൽക്കുകയാണ് എങ്കിൽ എന്ത് ചെയ്യുമെന്നുള്ളത്. +2ൻ്റെ എക്സാം പല വിഭാഗം വിദ്യാർത്ഥികളുണ്ടാവും. അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം, അതായത് കമ്പാർട്ട്മെൻറ്റൽ എന്ന് പറഞ്ഞാൽ +2 തോറ്റിട്ട് വീണ്ടും ജയിക്കാനായിട്ട് പരീക്ഷ ചെയ്യുന്ന വിദ്യാർത്ഥികളുണ്ടാവും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ചില വിദ്യാർത്ഥികളാണെങ്കിൽ റെഗുലർ വിദ്യാർത്ഥികളുണ്ടാവും, അതുപോലെ ചില വിദ്യാർത്ഥികൾ സ്കോൾ കേരള അതുപോലെ തന്നെ പ്രൈവറ്റ് രജിസ്ട്രേഷൻ വിഭാഗം ഉണ്ടാവും. എന്നിങ്ങനെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള വിദ്യാർത്ഥികളുണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഇപ്പോൾ ജയിക്കാനായിട്ടായിരിക്കും ഈ ഒരു പരീക്ഷ എഴുതിയിട്ടുണ്ടാവുക. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ജയിക്കാൻ സാധിക്കാതെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് +2ൻ്റെ സേ ഓർ ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ ജൂൺ മാസത്തിൽ നടക്കും. ഇതിൻ്റെ രജിസ്ട്രേഷൻ ഏകദേശം മെയ് മാസമാണ് നടക്കുക. മെയ് മാസം എന്ന് പറയുമ്പോൾ കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങളുടെ +2ൻ്റെ റിസൾട്ട് വന്ന ശേഷം അടുത്ത 2 ദിവസത്തിനുള്ളിൽ ഈ ഒരു പരീക്ഷയുടെ രജിസ്ട്രേഷൻ ആരംഭിക്കും. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഏത് സ്കൂളിലാണോ ഈ ഒരു +1 അല്ലെങ്കിൽ +2 കമ്പാർട്ട്മെൻറ്റൽ വിഭാഗമായാലും, അല്ലെങ്കിൽ സാധാരണ നിങ്ങൾ അപേക്ഷ സമർപ്പിച്ച, അത് സാധാരണ ഇപ്പോൾ നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിലായിരിക്കും നിങ്ങളുടെ ഈ ഒരു പരീക്ഷയുടെ അപേക്ഷാ ഫീസൊക്കെ അടച്ചിട്ടുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്കൂളിൽ പോയിട്ടാണ്, അതുപോലെ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗമാണെങ്കിൽ ഏത് സ്കൂളിലാണോ നിങ്ങളുടെ പരീക്ഷയുടെ ഇപ്പോൾ നടന്ന പരീക്ഷയുടെ അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത് ആ ഒരു സ്കൂളിൽ പോയിട്ടാണ് നിങ്ങൾ അപേക്ഷ നൽകേണ്ടത്. സ്കൂളിൽ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഫോം കിട്ടും. ആ ഒരു ഫോം ഫില്ല് ചെയ്യുക, അതുപോലെ എക്സാം ഫീസ് അടക്കുക, അതുപോലെ നിങ്ങളുടെ ഒരു ഫോട്ടോ ഫോമിൽ ഒട്ടിക്കണം. ഇത്രയും, അതുപോലെ തന്നെ നിങ്ങളുടെ റിസൾട്ടിൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട്, ഇത്രയും നൽകിക്കൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ സ്കൂളിൽ നൽകാവുന്നതാണ്. അതിനുശേഷം ജൂൺ മാസത്തിലാണ് പരീക്ഷ ഉണ്ടാവുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ +2 സേ പരീക്ഷയിൽ തന്നെ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ഈ ഒരു ഇമ്പ്രൂവ്മെൻ്റ് എന്ന് പറയുന്നത് +2 ജയിച്ച, ഇപ്പോൾ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന വിദ്യാർത്ഥികളിൽ ഇപ്പോൾ +2 പരീക്ഷ എഴുതി ജയിക്കുന്ന വിദ്യാർത്ഥികളാണ്. അങ്ങനെ ജയിച്ച വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഏതെങ്കിലും സബ്ജക്റ്റിൻ്റെ മാർക്ക് കുറവാണെങ്കിൽ ഏതെങ്കിലും ഒരു സബ്ജക്റ്റ് മാത്രം ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ സാധിക്കും. ഒന്നിലധികം സബ്ജക്റ്റ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് സംബന്ധിച്ച് സേ ഓർ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷയുടെ നോട്ടിഫിക്കേഷനിൽ വ്യക്തമായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് വരും. അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങളെ ആ ഒരു വിവരം അറിയിക്കുന്നതാണ്. ഇനി +2 സേ ആണെങ്കിൽ, അതായത് +2 സേ പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ നിങ്ങൾക്ക് 6 വിഷയം വേണമെങ്കിലും ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. എന്നാൽ ശ്രദ്ധിക്കേണ്ടത്, കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റുകൾക്കാണ് ഇപ്പോൾ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ളത് ആ ഒരു സബ്ജക്റ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുക. അതായത് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾ +1ൻ്റെ സബ്ജക്റ്റും +2ൻ്റെ സബ്ജക്റ്റുകളും ഏതൊക്കെയാണ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് ആ ഒരു സബ്ജക്റ്റുകൾ മാത്രമാണ് നിങ്ങൾക്ക് ഈ ഒരു +2ൻ്റെ സേ പരീക്ഷ എഴുതാൻ സാധിക്കുക. അതായത് ഒന്നുകിൽ അത് +1ൻ്റെ സബ്ജക്റ്റിന് കമ്പാർട്ട്മെൻറ്റലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടായിരിക്കണം, അതല്ലെങ്കിൽ +2ൻ്റേതിന് കമ്പാർട്ട്മെൻറ്റലായിട്ട് രജിസ്ട്രേഷൻ ചെയ്തിരിക്കണം. അങ്ങനെയെങ്കിൽ മാത്രം വിദ്യാർത്ഥികൾക്ക് ആ ഒരു സബ്ജക്റ്റിൻ്റെ ഈ ഒരു സേ പരീക്ഷയ്ക്ക് രജിസ്ട്രേഷൻ ചെയ്യാം. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം, ജസ്റ്റ് നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ്. ഇപ്പോൾ +1ൽ ഞാനിപ്പോൾ കെമിസ്ട്രിക്ക് കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ രജിസ്ട്രേഷൻ ചെയ്തു. അതുപോലെ +2 ആണെങ്കിൽ ഞാനിപ്പോൾ ഫിസിക്സും അതുപോലെ തന്നെ മാത്സുമാണ് രജിസ്ട്രേഷൻ ചെയ്തത്. അപ്പോൾ ഈ ഒരു 2 പരീക്ഷകളും എഴുതിയിട്ടുണ്ട്. കെമിസ്ട്രിക്ക് എനിക്ക് മാർക്ക് കുറവാണ്, എന്നാൽ ഞാൻ +1ൽ മാത്രമാണ് അതിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം ആയതുകൊണ്ട് തന്നെ ഈ ഒരു 3 സബ്ജക്റ്റും നിങ്ങളുടെ +1 +2 രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ ഈ ഒരു +2ൻ്റെ സേ പരീക്ഷാ സമയത്ത് എനിക്കിപ്പോൾ കെമിസ്ട്രിയും രജിസ്ട്രേഷൻ ചെയ്യാം, അതുപോലെ ഫിസിക്സും വേണമെങ്കിൽ രജിസ്ട്രേഷൻ ചെയ്യാം, മാത്സും രജിസ്ട്രേഷൻ ചെയ്യാം. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജയിക്കാതെ ഏത് സബ്ജക്റ്റ് വേണമെങ്കിലും പിന്നീട്, അതായത് ഈ ഒരു +1ലെയോ +2ലെയോ രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ +2 ഇതുവരെ ഏതെങ്കിലും സബ്ജക്റ്റ് ജയിക്കാതെ വിദ്യാർത്ഥികളുണ്ടെങ്കിൽ നിങ്ങൾ എത്ര സബ്ജക്റ്റാണോ ജയിക്കാതെ ഉള്ളത് അത്രയും സബ്ജക്റ്റ് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്ത് റെഗുലർ വിഭാഗം വിദ്യാർത്ഥികൾക്കും, അതുപോലെ എത്ര സബ്ജക്റ്റ് രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ടോ അതനുസരിച്ച് കമ്പാർട്ട്മെൻറ്റൽ വിഭാഗം വിദ്യാർത്ഥികൾക്കും രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കും. അല്ലാതെ വിദ്യാർത്ഥികൾ ഒരു വർഷമൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആ ഒരു പരീക്ഷ രജിസ്ട്രേഷൻ ചെയ്ത് നിങ്ങൾക്ക് പരീക്ഷ എഴുതി ജയിക്കാൻ സാധിക്കും.
സാധിക്കുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ഇനിയുള്ള സബ്ജക്റ്റുകൾ വിദ്യാർത്ഥികൾ നന്നായിട്ട് പഠിച്ച് പരീക്ഷ എഴുതി ജയിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഇനി നിങ്ങൾക്ക് 19-ാം തീയതി ബുധനാഴ്ചയാണ് പരീക്ഷയുള്ളത്. പാർട്ട് 2 ലാംഗ്വേജ്, അതായത് സെക്കൻഡ് ലാംഗ്വേജസ്, അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി എന്നിവയാണ് വിദ്യാർത്ഥികൾക്കുള്ള പരീക്ഷ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു +1-ൽ ഇത്ര മാർക്കുണ്ട്, അപ്പോൾ +2-ൽ ജയിക്കാനായിട്ട് എത്ര മാർക്ക് വേണം എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്ന സംശയമാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് +2-ന് എത്ര മാർക്ക് ജയിക്കാൻ വേണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആകെ ജയിക്കാൻ വേണ്ട ഡബിൾ പാസ് മാർക്ക് എത്രയാണോ അതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു +1-ൽ ലഭിച്ച മാർക്കോ അല്ലെങ്കിൽ ഏത് വർഷമാണ് ജയിക്കാൻ വേണ്ട മാർക്ക് വാങ്ങിക്കാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ആ ഒരു വർഷത്തിൻ്റെ, അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ +1-ൽ ഞാനിപ്പോൾ ഇമ്പ്രൂവ്മെൻറ്റ് പരീക്ഷ എഴുതുന്നു അല്ലെങ്കിൽ കമ്പാർട്ട്മെൻറ്റ് വിഭാഗത്തിൽ പരീക്ഷ എഴുതുന്നു എന്ന് കരുതുക. ഫിസിക്സ് അല്ല, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ബയോളജിയാണ് സബ്ജക്റ്റ് എന്ന് കരുതുക. അപ്പോൾ അതിൽ ജയിക്കാനായിട്ട് 36 വേണ്ടത്. +1 ആണ് ഞാൻ എഴുതുന്നത്. അപ്പോൾ +2-ൽ എനിക്ക് ഇത്ര മാർക്കാണ് പബ്ലിക് എക്സാമിനേഷൻ കിട്ടിയിട്ടുള്ളത്, അതായത് ഒരു 12 മാർക്കാണെന്ന് കരുതുക. അപ്പോൾ അങ്ങനെയെങ്കിൽ 36-ന്ന് 12 കുറച്ച് കഴിഞ്ഞാൽ എത്രയാണോ കിട്ടുന്നത്, അതായത് 24 മാർക്ക്. അപ്പോൾ ഈ 24 മാർക്ക് പരീക്ഷയിൽ വേണം. അതുപോലെ ചില വിദ്യാർത്ഥികളാണെങ്കിൽ +2-വിൻ്റെ പരീക്ഷ ആയിരിക്കും എഴുതുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഈ ഒരു 36 മാർക്കിൽ നിന്നും നിങ്ങൾക്ക് +1-ന് എത്ര മാർക്കാണോ കിട്ടിയത് ആ ഒരു മാർക്ക് കുറച്ച് കഴിഞ്ഞാൽ, അത് +1-ന് കിട്ടിയ മാർക്ക് എത്രയാണോ അത് നിങ്ങൾ കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര മാർക്ക് പരീക്ഷയിൽ വാങ്ങിക്കണം എന്ന് അറിയാൻ സാധിക്കും. ഈ ഒരു രീതിയിൽ തന്നെ നിങ്ങൾക്ക് 80 മാർക്കിൻ്റെ സബ്ജക്റ്റ് ആണെങ്കിൽ അത് 48 ജയിക്കാൻ വേണ്ടി 2 വർഷം വേണ്ടത്. അതിൽ നിന്നും നിങ്ങൾക്ക് എത്ര മാർക്കാണ് ഏത് വർഷത്തേതാണോ നിങ്ങൾ നേടേണ്ടത്, അതായത് ഇപ്പോൾ +2 പരീക്ഷയാണ് നിങ്ങൾ എഴുതുന്നതെങ്കിൽ +1-ൻ്റെ മാർക്ക് ഇതിൽ നിന്നും കുറച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണോ ആ ഒരു മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നത് ആണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് ജയിക്കാൻ വേണ്ട മാർക്ക് എത്രയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇനി ബുധനാഴ്ചയാണ് നിങ്ങൾക്ക് പരീക്ഷ. പാർട്ട് 2 ആയിട്ടുള്ള സെക്കൻഡ് ലാംഗ്വേജസ് ആണ്. അതുപോലെ കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജിയും വിദ്യാർത്ഥികൾക്ക് പരീക്ഷയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.